സിവിൽ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാർട്ട് 3 സെക്ഷൻ വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഓവർസിയർ ഗ്രേഡ് 1-ന് മുന്നേ നടന്നിട്ടുള്ള എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇൻ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ദ മിനിമം ഏരിയ ഫോർ ബാത്റൂം ഈസ്. മിനിമം ഏരിയ ഫോർ ബാത്റൂം ഏതാണ് വരുന്നത്? ഓപ്ഷൻസ് വായിക്കാം, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഓപ്ഷൻ എ 1.8 മീറ്റർ സ്ക്വയർ, ഓപ്ഷൻ ബി 2.5 മീറ്റർ സ്ക്വയർ, ഓപ്ഷൻ സി 3.4 മീറ്റർ സ്ക്വയർ, ഓപ്ഷൻ ഡി 4.4 മീറ്റർ സ്ക്വയർ. അപ്പം ഇത് പറയുന്നതിന്റെ മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇതിന്റെ ഓരോ വാല്യൂസ് ആയിട്ടുള്ള KMBRലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരാം. അപ്പൊ നമുക്കൊരു ടേബിൾ ആദ്യം നോക്കാം അല്ലെ. ടേബിളിൽ വരുന്ന സമയത്ത് ഫസ്റ്റ് എന്താണ്? ടൈപ്പ് ഓഫ് റൂം നോക്കാം. ടൈപ്പ് ഓഫ് റൂം, അതുപോലെ തന്നെ അതിൻ്റെ മിനിമം ഏരിയ അല്ലേ, ആ ഒരു റൂമിൽ വരുന്ന മിനിമം ഏരിയ നോക്കണം. അതുപോലെ തന്നെ അതിൻ്റെ മിനിമം വിഡ്ത്തും നോക്കുക. ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ എന്തായാലും നോട്ട് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ബാത്റൂം അല്ലേ, ഫസ്റ്റ് നമുക്ക് ബാത്റൂമിൻ്റെ മിനിമം ഏരിയ നോക്കാം. ബാത്റൂം വരികയാണെങ്കിൽ മിനിമം ഏരിയ വരുന്നത് 1.5 മീറ്റർ സ്ക്വയർ ആണ്. അതുപോലെ മിനിമം വിഡ്ത്ത് വരികയാണെങ്കിൽ 1.1 മീറ്റർ ആണ് വരിക. പിന്നെ നെക്സ്റ്റ് ലാട്രിൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മിനിമം ഏരിയ വരുന്നത് 1.1 മീറ്റർ സ്ക്വയർ ആണ്. അതുപോലെ മിനിമം വിഡ്ത്ത് ആണെങ്കിൽ 1 മീറ്റർ വരിക എന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ തേർഡ് വണ്ണ് കോമ്പിനേഷൻ ഓഫ് അല്ലെങ്കിൽ കമ്പൈൻഡ് ബാത്റൂം അതുപോലെ തന്നെ ലാട്രിൻ അല്ലേ, ഇതിന്റെ രണ്ടിനെയും കോമ്പിനേഷൻ വരികയാണെങ്കിൽ മിനിമം ഏരിയ വരുന്നത് 2.2 മീറ്റർ സ്ക്വയർ ആണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിന്റെ മിനിമം വിഡ്ത്ത് ആണെങ്കിൽ 1.1 മീറ്റർ ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഹൈറ്റും കൂടെ ഓർത്ത് വെക്കേണ്ടതുണ്ട്. ഈ ഒരു ബാത്റൂമിന്റെ ലാട്രിൻ്റെ ഒക്കെ ഹൈറ്റ് 2.2 കുറയാൻ പാടില്ല. നോട്ട് ലെസ് ദാൻ 2.2 മീറ്റർ എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. ഹൈറ്റിന്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ഒരു പറഞ്ഞ കാര്യം സെയിം ടേബിളിൽ പറഞ്ഞ കാര്യം അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വായിച്ച് നോക്കിയിട്ട് ഒന്ന് ക്ലിയർ ചെയ്യാം. നമ്മൾ ആ ഒരു ടേബിളിൽ ഈ ഒരു കാര്യത്തിന് തന്നെ ചുരുക്കി എഴുതിയിട്ടുള്ളതാണ്, നിങ്ങൾക്ക് മനസ്സിലാവേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഒന്ന് വായിച്ച് നോക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. വേണമെങ്കിൽ ഞാൻ ഒന്ന് വായിച്ചു തരാം. സൈസ് ഓഫ് എ ബാത്റൂം ആൻഡ് ലാട്രിൻ അല്ലേ. സൈസ് ഓഫ് എ ബാത്റൂം ആൻഡ് ലാട്രിൻ എന്ന് പറയുമ്പോൾ ദ ഏരിയ ഓഫ് എ ബാത്റൂം ഷാൾ നോട്ട് ബി ലെസ് ദാൻ 1.5 സ്ക്വയർ മീറ്റർ വിത്ത് ഐദർ സൈഡ് നോട്ട് ലെസ് ദാൻ 1.1 മീറ്റർ. ഏരിയ ഓഫ് എ ലാട്രിൻ ഷാൾ നോട്ട് ബി ലെസ് ദാൻ 1.1 സ്ക്വയർ മീറ്റർ വിത്ത് വൺ സൈഡ് നോട്ട് ലെസ് ദാൻ 1 മീറ്റർ അല്ലേ. നമ്മൾ ടേബിൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ പ്രൊവൈഡഡ് ദാറ്റ് ദ ഏരിയ ഓഫ് combined bathroom and latrine shall not be less than 2.2 square meters with one side not less than 1.1 meter ആണ്. അതുപോലെ തന്നെ the height of bathroom or latrine shall not be less than 2.2 meter എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കാം. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള എന്താണ്? ഇൻ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ദ മിനിമം ഏരിയ ഓഫ് ബാത്റൂം ഈസ് അല്ലേ. മിനിമം ഏരിയ ഓഫ് ബാത്റൂം ഏതായിരിക്കും വരിക? നിങ്ങൾക്ക് ഓപ്ഷനിൽ തന്നിട്ടുള്ളതിൽ മോസ്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ വേണം ചൂസ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ വരിക ഏതാണ്? ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ 1.8 മീറ്റർ സ്ക്വയർ, ഓപ്ഷൻ ബി 2.5 മീറ്റർ സ്ക്വയർ, ഓപ്ഷൻ സി 3.4 മീറ്റർ സ്ക്വയർ, ഓപ്ഷൻ ഡി 4.4 മീറ്റർ സ്ക്വയർ അല്ലേ. ബാത്റൂം ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ. 1.2 മീറ്റർ സ്ക്വയർ ആണ് വരിക എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കാം. ക്വസ്റ്റ്യൻ 2 എന്താണ് വരുന്നത്? ദ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ ഓഫ് ട്രാവേഴ്സ് ലൈൻ ആർ ബോത്ത് പോസിറ്റീവ് വെൻ ദ ഹോൾ സർക്കിൾ ബിയറിംഗ് ഓഫ് ദ ലൈൻ ലൈസ് ഇൻ ദ ഏത് ക്വാഡ്രന്റിൽ വരുമ്പോഴാണ് ഈ ഒരു ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും പോസിറ്റീവ് ആവുന്നതെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസിൽ ഓപ്ഷൻ എ ഫസ്റ്റ് ക്വാഡ്രന്റ്, ഓപ്ഷൻ ബി സെക്കൻഡ് ക്വാഡ്രന്റ്, ഓപ്ഷൻ സി തേർഡ് ക്വാഡ്രന്റ്, ഓപ്ഷൻ ഡി ഫോർത്ത് ക്വാഡ്രന്റ് അല്ലേ. ഏത് ക്വാഡ്രന്റിൽ വരുമ്പോഴാണ് ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും പോസിറ്റീവ് ആവുന്നത്? നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ ഓക്കെ, അത് മൈൻഡിൽ ഒന്നുകൂടെ സെറ്റാക്കി വെക്കുക. അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ക്വാഡ്രന്റ് എടുക്കുന്ന സമയത്ത്
ഇവിടെ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്നുള്ള രീതിയിൽ എടുക്കും അല്ലേ. പിന്നെ നമ്മൾ ക്വാഡ്രന്റ് ക്ലോക്ക് വൈസിലാണ് എടുക്കുക. ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇവിടെ സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് തേർഡ് ക്വാഡ്രന്റ് ആണ് വരിക, ഇത് ഫോർത്ത് ക്വാഡ്രന്റ് ആണ് വരിക. പിന്നെ നമുക്കിവിടെ പോസിറ്റീവ് വാല്യൂസും നെഗറ്റീവ് വാല്യൂസും അല്ലേ. അപ്പോൾ നിങ്ങൾക്കറിയാം പോസിറ്റീവ് നമ്മൾ എടുക്കുന്നത് ഈ ഒരു ഈസ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഈ ഒരു ലൈന്, ഇപ്പം ഞാനിവിടെ ബ്ലാക്ക് കളറിൽ കാണിച്ചിട്ടുള്ളത് പോസിറ്റീവ് ആയിരിക്കും അല്ലേ. അതുപോലെ മുകളിലേക്ക് നോർത്തിലേക്ക് പോകുന്നതും പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നോർത്ത് സൈഡിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് അറിയണ്ട, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം കേട്ടോ. ഒരു ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുള്ളത് പോസിറ്റീവ് ലൈനായിട്ടാണ് നമ്മൾ എടുക്കുക. പിന്നെ ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു യെല്ലോ കളറിൽ കാണിച്ചിട്ടുള്ള വെസ്റ്റ് സൈഡിലേക്ക് പോകുന്ന ഈ ഒരു ലൈനിനെ നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുക. അതുപോലെ ഇവിടെ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു ലൈനിനെ നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുക. ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടി മാത്രം പറയുകയാണ് കേട്ടോ. അപ്പം ഇതാണ് ഈ രണ്ട് ലൈന് നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും പോസിറ്റീവ് ആണ് അല്ലേ. ഇനി നമുക്ക് ഓരോ ക്വാഡ്രന്റിലെയും വാല്യൂസ് പറയാം. അതിന്റെ മുന്നേ ലാറ്റിറ്റ്യൂഡ് ഏതാണ്, ഡിപ്പാർച്ചർ ഏതാണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഏതാണ് ലാറ്റിറ്റ്യൂഡ് വരുന്നത്, ഈ ഒരു ഈസ്റ്റ് വെസ്റ്റ് അല്ലേ. ഈസ്റ്റ് വെസ്റ്റിൽ വരുന്ന ഈ ഒരു ലൈനാണ് ഡിപ്പാർച്ചർ വരിക. ലാറ്റിറ്റ്യൂഡ് ആണെങ്കിൽ ഈ ഒരു വെർട്ടിക്കൽ ലൈനാണ് അല്ലേ നമ്മൾ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അത് നോക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ലാറ്റിറ്റ്യൂഡ് ഏതാണ്, ഡിപ്പാർച്ചർ ഏതാണെന്നാണ് കേട്ടോ ആദ്യം മനസ്സിലാക്കേണ്ടത്. ലാറ്റിറ്റ്യൂഡ് ഏതാണ് വരുന്നത്, ഈസ്റ്റ് വെസ്റ്റിലേക്ക് വരുന്ന ഈ ഒരു ലൈനാണ് ലാറ്റിറ്റ്യൂഡ് വരിക. നോർത്ത് സൗത്തിൽ വരുന്ന ഈ ഒരു ലൈനാണ് ഈ ഒരു ലൈനാണ് ലാറ്റിറ്റ്യൂഡ് വരിക. ഈ ഒരു ലൈനാണ് ഡിപ്പാർച്ചർ വരിക, ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ഓരോ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും ഓരോ ക്വാഡ്രന്റിൽ എങ്ങനെയാണെന്ന് നോക്കാം അല്ലെ. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഡിപ്പാർച്ചർ എടുക്കുകയാണെങ്കിൽ ഡിപ്പാർച്ചർ ഇതാണല്ലേ വരുന്നത്. ഡിപ്പാർച്ചർ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഡിപ്പാർച്ചർ പോസിറ്റീവ് ആണ് അല്ലെ. ഡിപ്പാർച്ചർ പോസിറ്റീവ് ആണ്. അതുപോലെ തന്നെ ലാറ്റിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ ഇതാണല്ലേ ഇവിടെ ലാറ്റിറ്റ്യൂഡും പോസിറ്റീവ് ആണ് അല്ലേ. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഡിപ്പാർച്ചറും ലാറ്റിറ്റ്യൂഡും പോസിറ്റീവ് ആണ് വരുന്നത്. പിന്നെ നമ്മൾ സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് വരികയാണെങ്കിൽ ഡിപ്പാർച്ചർ എടുക്കുന്ന സമയത്ത് ഈ ഒരു ലൈനാണല്ലേ ഡിപ്പാർച്ചർ വരുന്നത്. ഡിപ്പാർച്ചർ പോസിറ്റീവ് ആണ് വരുന്നത്. പിന്നെ ലാറ്റിറ്റ്യൂഡ് ഈ ഒരു ലൈനാണല്ലേ വരുന്നത്. അപ്പോൾ ലാറ്റിറ്റ്യൂഡ് നമുക്ക് നെഗറ്റീവ് ആണ് വരുന്നത്. പിന്നെ തേർഡ് ക്വാഡ്രന്റിലേക്ക് എടുക്കുകയാണെങ്കിലോ തേർഡ് ക്വാഡ്രന്റിൽ ഇതാണ് ലാറ്റിറ്റ്യൂഡ് വരുന്നത് അല്ലേ. ഇതാണ് ഡിപ്പാർച്ചർ വരുന്നത്. ഡിപ്പാർച്ചർ നെഗറ്റീവ് ആണ്. ലാറ്റിറ്റ്യൂഡും ഇവിടെ നെഗറ്റീവ് തന്നെയാണ് അല്ലേ. രണ്ട് ലൈനും നെഗറ്റീവ് ആണ് വരുന്നത്. പിന്നെ ഫോർത്ത് ക്വാഡ്രന്റ് എടുക്കുകയാണെങ്കിൽ ഡിപ്പാർച്ചർ ഈ ഒരു ലൈനാണ് അല്ലേ. ഡിപ്പാർച്ചർ നെഗറ്റീവ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ലാറ്റിറ്റ്യൂഡ് വരുന്നത് പോസിറ്റീവ് ആണ്. ഇത്രയൊന്നും മനസ്സിലാക്കാനില്ല, ബേസിക് ആയിട്ട് അറിയാനേ ഉള്ളൂ. അറിയാത്തവരുണ്ടെങ്കിൽ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് ലാറ്റിറ്റ്യൂഡ്, ഇത് ഡിപ്പാർച്ചർ ആണ്, ഇത് വരുന്നത് ലാറ്റിറ്റ്യൂഡ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. സൈനും കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ഇവിടെ നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ലാറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ ഡിപ്പാർച്ചറും പോസിറ്റീവ് വരുന്നത് ഏത് ക്വാഡ്രന്റ് ആണെന്നാണ് അല്ലേ. ആൻസർ വരുന്നത് ഏതാണ്, ഓപ്ഷൻ എ ആണ് അല്ലേ. ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും പോസിറ്റീവ് വരുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം അല്ലെ. 3 എന്താണ് വരുന്നത്, സൈസ് ഓഫ് A4 ട്രിമ്മഡ് സൈസ് ഇൻ MM ഡ്രോയിങ് ഷീറ്റ് അല്ലേ. A4 സൈസിന്റെ ട്രിമ്മഡ് സൈസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ 210/297, ഓപ്ഷൻ ബി 148/210, ഓപ്ഷൻ സി 597/814, ഓപ്ഷൻ ഡി 841/1189 അല്ലേ. അപ്പം ഡ്രോയിങ് ഷീറ്റ് എടുക്കുകയാണെങ്കിൽ A0 മുതൽ A5 വരെ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. അപ്പം അതിൽ A0, A1, A2, A3 എന്ന് പറയുന്നത് ഏതൊക്കെ സൈസ് ആണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഡ്രോയിങ് ഷീറ്റ് അല്ലേ, ഡ്രോയിങ് ഷീറ്റിനെ കുറിച്ച് നമുക്ക് ഫസ്റ്റ് പറയുകയാണെങ്കിൽ അതിൻ്റെ IS കോഡ് ആദ്യം നോക്കി വെക്കുക. IS കോഡ് വരുന്നത് ഏതാണ്, ഡ്രോയിങ് ഷീറ്റിൻ്റെ IS കോഡ് വരുന്നത് 10711/1983 ആണ്. പിന്നെ നമുക്ക് ഡ്രോയിങ് ബോർഡിൻ്റെ ഓരോ സൈസ് അല്ലേ, അതിൻ്റെ സൈസ് വരുന്നത് ഏതാണ്, A0 ഉണ്ട്, A1 ഉണ്ട്, A2 ഉണ്ട്, A3 ഉണ്ട്, A5
A4 ഉണ്ട്, A5 വരെ നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ നമുക്ക് A5 വരെ വരുന്ന സമയത്ത് അതിൻ്റെ ട്രിമ്മഡ് സൈസ് അല്ലേ, ട്രിമ്മഡ് സൈസ് എങ്ങനെയാണ് എടുക്കുക? അപ്പം ഇതാണ് ഒരു ഡ്രോയിങ് ഷീറ്റ് എങ്കിൽ A0 എന്ന് പറയുന്നത് ഈ ഒരു വലിയ ഷീറ്റാണ് അല്ലേ, ഈ ഒരു വലിയ ഷീറ്റാണ് A0 എന്ന് പറയുന്നത്. അപ്പം ഇതിനെ നമ്മൾ പകുതിയാക്കി എടുത്തു കഴിഞ്ഞാൽ A1 കിട്ടും. പിന്നെ ഈ ഒരു A1നെ പകുതിയാക്കി കഴിഞ്ഞാൽ A2 കിട്ടും, A2നെ പകുതിയാക്കിയാൽ A3 കിട്ടും, A3നെ പകുതിയാക്കിയാൽ A4 കിട്ടും. ഈ ഒരു A4നെ പകുതിയാക്കി കഴിഞ്ഞാലാണ് നമുക്ക് A5, A6 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും. നമുക്ക് A5 വരെയുള്ള വാല്യൂസ് നോക്കാം. അപ്പം A1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? A1ന്റെ ലെങ്ത് വരുന്നത് 1189 മില്ലിമീറ്റർ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഈ ഒരു വിഡ്ത്ത് അല്ലേ 841 മില്ലിമീറ്റർ ആണ് വരുന്നത്. അപ്പം ആ ഒരു വാല്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ട്രിമ്മഡ് സൈസിൽ ട്രിമ്മഡ് സൈസിൻ്റെ A0ൻ്റെ സൈസ് വരുന്നത് എത്രയാണ്? 841/1189 ആണ്. പിന്നെ അതുപോലെ തന്നെ A1 ആണെങ്കിലോ, A1 ആണെങ്കിൽ 594/841 ആണ് സൈസ് വരുന്നത്. A2 ആണെങ്കിൽ 420/594 ആണ്. ഇത് കണക്റ്റഡ് ആണ് അല്ലേ, ഈ ഒരു 841 ആണ് ഇങ്ങോട്ട് വരുന്നത്, ഇവിടെ വരുന്ന 594 ആണ് ഇങ്ങോട്ട് വരുന്നത്. അത് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കേണ്ടിയിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ A3 ആണെങ്കിലോ, A3 ആണെങ്കിൽ 297/420 ആണ് വരിക. A4 ആണെങ്കിൽ 210/297. പിന്നെ A5 ആണെങ്കിൽ 148/210 ആണ്. ഇത് ട്രിമ്മഡ് സൈസ് ആണ് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ നിന്ന് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും അല്ലേ. പിന്നെ നമുക്ക് ഈ ഒരു ഡ്രോയിങ്ങിൽ തന്നെ അൺട്രിമ്മഡ് സൈസും കൂടെ ഒന്ന് നോക്കാം അല്ലേ. അൺട്രിമ്മഡ് സൈസ് എത്രയാണ് വരുന്നത്? അൺട്രിമ്മഡ് സൈസ് നമ്മൾ എടുക്കുന്ന സമയത്ത് എന്തായാലും ഈ ഒരു സൈസിനേക്കാൾ ട്രിം ചെയ്യാത്തതാണ് അല്ലേ. ട്രിം ചെയ്യാത്തതെന്ന് പറയുമ്പോൾ ഈ തന്നിട്ടുള്ള എല്ലാ വാല്യൂസിനേക്കാളും ഓരോ A0 എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈസിനേക്കാട്ടും വലിയൊരു വാല്യൂ ആയിരിക്കും അല്ലേ വരിക. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഓപ്ഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പം ഫസ്റ്റ് A0ൻ്റെതാണെങ്കിൽ അൺട്രിമ്മഡ് സൈസ് വരുമ്പം 880/1230 ആണ് അൺട്രിമ്മഡ് സൈസ് വരുന്നത്. A1 ആണെങ്കിൽ 625/880 ആണ് വരിക. പിന്നെ A2 ആണെങ്കിൽ 450/625 ആണ് വരുന്നത്. A3 ആണെങ്കിൽ എത്രയാണ് വരിക? ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് വാല്യൂസ് ഓർമ്മ ഉണ്ടോ എന്ന് നോക്കുക കേട്ടോ. അതാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഏരിയയും കൂടെ കവർ ചെയ്യണം. ജസ്റ്റ് നിങ്ങൾ നോർമലി ടൈം ടേബിൾ വെച്ച് പഠിക്കുകയാണെങ്കിലും ഇതുപോലെ ഡെയിലി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എക്സ്ട്രാ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൊത്തത്തിലൊരു റിവിഷനും കൂടെയാണ് നടക്കുന്നത്. അതുപോലെ പറ്റുകയാണെങ്കിൽ മാക്സിമം എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. A3 എടുക്കുകയാണെങ്കിൽ നമുക്ക് A3 സൈസിൻ്റെ നോക്കുകയാണെങ്കിൽ A3 സൈസ് വരുമ്പം 330/450 ആണ് സൈസ് വരുന്നത്. A4 ആണെങ്കിൽ 240/330 ആണ്. പിന്നെ അതുപോലെ തന്നെ A5 ആണെങ്കിൽ 165/240. അപ്പം ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ട്രിമ്മഡ് ആണ് എപ്പോഴും ചോദിക്കാറുള്ളത്, അൺട്രിമ്മഡും കൂടെ നോക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ഓരോ ഡ്രോയിങ് ഷീറ്റിൻ്റെതും ഏരിയാസ് അല്ലേ, ഏരിയാസും ഇതിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യമാണ്. അപ്പം ഏരിയ നോക്കുന്ന സമയത്ത് ഏരിയ പഠിക്കാൻ സിമ്പിൾ ആണ് അല്ലേ. A0 ആണെങ്കിൽ 1 ആണ് ഏരിയ വരുന്നത്. A1 ആണെങ്കിൽ ഈ 1ൻ്റെ പകുതി അല്ലേ 0.5 ആണ് വരിക. പിന്നെ A2 ആണെങ്കിൽ 0.5ൻ്റെ പകുതി 0.25 ആണ് വരിക. പിന്നെ A3 ആണെങ്കിൽ എത്രയാണ് വരിക? A3 ആണെങ്കിൽ ഈ ഒരു 0.25ൻ്റെ പകുതി അല്ലേ 0.125 ആണ് വരിക. പിന്നെ A4 ആണെങ്കിൽ 0.125ൻ്റെ പകുതിയാണ് വരിക 0.0625 അല്ലേ. പിന്നെ അതുപോലെ തന്നെ A5 ആണെങ്കിൽ 0.0625ൻ്റെ പകുതി 0.03125. ഇത് ഞങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് മനസ്സിലാക്കല്ലേ, ഓരോന്നിൻ്റെ പകുതി എന്നുള്ള രീതിയിൽ എല്ലാം പഠിച്ചു വെച്ചില്ലെങ്കിലും A0ൻ്റെ സൈസെങ്കിലും പഠിച്ചു വെക്കുക. ബാക്കി നിങ്ങൾക്ക് ഇതുപോലെ കണക്ട് ചെയ്തിട്ട് പഠിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വന്നാലോ. ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ക്വസ്റ്റ്യൻ നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് സൈസ് ഓഫ് A4 ട്രിമ്മഡ് സൈസ് ആണ് അല്ലേ. സൈസ് ഓഫ് A4 ട്രിമ്മഡ് സൈസ് ഡ്രോയിങ് ഷീറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ഇപ്പോൾ അറിയാത്തവരാണെങ്കിൽ ഓപ്ഷൻസ് ഞാൻ ഒന്നുകൂടെ വായിക്കാൻ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഓപ്ഷൻ A വരുന്നത് 210/297 ആണ് അല്ലേ. 210/297 ഏതാണ് സൈസ് വരുന്നത്?
ഇത് A4 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ബാക്കിയും കൂടെ ഞാൻ വായിക്കാം, നിങ്ങൾക്ക് അറിയോ നോക്കാം. ഓപ്ഷൻ ബി വരുന്നത് 148/210 ആണ് അല്ലേ. ഇത് ഏതാണ് ഡ്രോയിങ് ഷീറ്റിന്റെ സൈസ്? A5 ആണ് അല്ലേ. പിന്നെ ഓപ്ഷൻ സി വരുന്നത് 597/814 ആണ്. അങ്ങനെ ഒരു വാല്യൂ നമുക്കില്ല. പിന്നെ ഓപ്ഷൻ ഡി വരുന്നത് 841/1189 ആണ്. ഇത് A0 ഷീറ്റിൻ്റെതാണല്ലേ വരുന്നത്. അപ്പം അങ്ങനെ ഓരോ ഓപ്ഷൻസും കൂടെ കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളതായിട്ടൊരു റിവിഷൻ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കാം അല്ലെ. ക്വസ്റ്റ്യൻ നമ്പർ 4 എന്താണ് വരുന്നത്? ബിയറിംഗ് ഓഫ് AB ഈസ് ഈക്വൽ ടു നോർത്ത് 10 ഡിഗ്രി വെസ്റ്റും അതുപോലെ തന്നെ ബിയറിംഗ് ഓഫ് BC ഈസ് ഈക്വൽ ടു സൗത്ത് 80 ഡിഗ്രി വെസ്റ്റും ആണ്. ദെൻ ദ ആംഗിൾ ഓഫ് ABC ആണല്ലേ ചോദിച്ചിട്ടുള്ളത്. ആംഗിൾ ഓഫ് ABC നോക്കുകയാണെങ്കിൽ ഓപ്ഷൻസ് വായിക്കാൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഓപ്ഷൻ എ 250 ഡിഗ്രി, ഓപ്ഷൻ ബി 110 ഡിഗ്രി, ഓപ്ഷൻ സി 90 ഡിഗ്രി, ഓപ്ഷൻ ഡി 70 ഡിഗ്രി അല്ലേ. ഏതാണ് ആൻസർ വരുന്നത്? ഇനി നമുക്ക് വരച്ച് നോക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ. അപ്പൊ നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് AB നോർത്ത് 10 ഡിഗ്രി വെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. AB എടുക്കുകയാണെങ്കിൽ ഇപ്പം ഇത് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എടുക്കുകയാണെങ്കിൽ AB എന്നുള്ളത് നോർത്ത് 10 ഡിഗ്രി വെസ്റ്റ് ആണ് അല്ലേ. അപ്പം ആംഗിൾ വരുന്നത് വെസ്റ്റ് സൈഡിലേക്കാണ്. അപ്പൊ നോർത്ത് 10 ഡിഗ്രി വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതേ രീതിയിൽ പോവില്ലേ നമ്മൾ ലൈന്. അപ്പം ഈ ഒരു ലൈൻ ഇവിടെ പോയിട്ട് ജോയിൻ ചെയ്യുന്നത് നമുക്ക് AB കിട്ടി. AB ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് BC നോക്കുകയാണെങ്കിൽ BC വരുമ്പം ഇതുപോലെ വേറൊരു ക്വാഡ്രന്റ് എടുക്കുക. ഇവിടെ നമ്മളടുത്ത് BC പറഞ്ഞിട്ടുള്ളത് എന്താണ്? BC പറഞ്ഞിട്ടുള്ളത് സൗത്ത് 80 ഡിഗ്രി വെസ്റ്റ് ആണ് അല്ലേ. അപ്പം ഇവിടെ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ആണ് വരിക. അപ്പം സൗത്ത് 80 ഡിഗ്രി വെസ്റ്റ് എന്ന് പറയുമ്പം സൗത്ത് നിന്ന് ഇങ്ങോട്ടേക്കാണ് അല്ലേ ആംഗിൾ വരിക. അപ്പം സൗത്ത് 80 ഡിഗ്രി എന്ന് പറയുമ്പം ഇവിടെയാണ് നമുക്ക് 80 ഡിഗ്രി വരുന്നത്. ഇവിടെ BC ആണ് അല്ലേ. AB നമ്മൾ വരച്ചു, BC ആണ് ഇത് വരുന്നത്. അപ്പൊ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ABC ആണ് അല്ലെ. ABC ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള ആംഗിൾ പറയുമ്പം ഈ ഒരു ആംഗിൾ ആണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു കംപ്ലീറ്റ് ആംഗിൾ ആണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടം വരെയുള്ള ഇതിന്റെ പകുതി വരെയുള്ള ആംഗിൾ നമുക്കറിയാം. ഈ ഒരു ആംഗിൾ 80 ആണെന്ന് അറിയാം. പിന്നെ ഈ ഒരു ആംഗിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 10 ഡിഗ്രി കിട്ടിയിട്ടുണ്ട് അല്ലെ. ഇത് 10 ഡിഗ്രി ആണ്. അപ്പം ഈ ഒരു ആംഗിളും 10 ഡിഗ്രി ആയിരിക്കും വരിക. അപ്പൊ നമുക്ക് ഈ ഒരു ടോട്ടൽ ആംഗിൾ എന്ന് പറയുമ്പോൾ 80 + 10 അല്ലെ 90 ഡിഗ്രി ആയിരിക്കും വരിക. അപ്പം ആംഗിൾ ABC എന്ന് പറയുമ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലെ. ഓപ്ഷൻ സി 90 ഡിഗ്രി ആണ് ആൻസർ വരിക. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5 എന്താണ്? ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് തിയോഡലൈറ്റ് ഓപ്പറേഷൻസ് ആർ അല്ലേ. ഏതാണ്? ഓപ്ഷൻ എ റൈറ്റ് ഫേസ് ആൻഡ് റൈറ്റ് സ്വിംഗ്, ഓപ്ഷൻ ബി ലെഫ്റ്റ് ഫേസ് ആൻഡ് റൈറ്റ് സ്വിംഗ്, ഓപ്ഷൻ സി റൈറ്റ് ഫേസ് ആൻഡ് ലെഫ്റ്റ് സ്വിംഗ്, ഓപ്ഷൻ ഡി ലെഫ്റ്റ് ഫേസ് ആൻഡ് ലെഫ്റ്റ് സ്വിംഗ് അല്ലേ. അപ്പം എന്താണ് സ്വിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്വിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ ഒരു തിയോഡലൈറ്റ് അല്ലെങ്കിൽ ടെലിസ്കോപ്പിനെ ഹൊറിസോണ്ടലി ഈ ഒരു ടെലിസ്കോപ്പിനെ നമ്മൾ വെർട്ടിക്കൽ ആക്സിസിൽ വെച്ചിട്ട് ഹൊറിസോണ്ടലി റൊട്ടേറ്റ് ചെയ്യുന്നതിനാണല്ലേ നമ്മൾ സ്വിംഗിങ് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ സ്വിംഗിങ് എന്ന് പറയുന്നത്. വെർട്ടിക്കൽ പ്ലെയിനിന് റൊട്ടേറ്റ് ചെയ്യുന്നതിന് ട്രാൻസിറ്റിംഗ് ആണ് അല്ലേ. അത് ഓർത്ത് വെക്കുക. അപ്പൊ നമുക്ക് തിയോഡലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ ഹൊറിസോണ്ടലും അതുപോലെ തന്നെ വെർട്ടിക്കൽ ആംഗിൾസ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണല്ലേ തിയോഡലൈറ്റ് എന്നുള്ളത്. നമ്മളടുത്ത് ഇവിടെ ചോദിച്ചിട്ടുള്ളത് മോസ്റ്റ് കോമൺലി യൂസ്ഡ് തിയോഡലൈറ്റ് ഓപ്പറേഷൻ ആണ് അല്ലേ. അപ്പം ഈ ഒരു തിയോഡലൈറ്റിന് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഓപ്പറേഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻസിൽ നമുക്ക് ഓപ്ഷൻ നോക്കാം. ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ മോസ്റ്റ് കോമൺലി യൂസ്ഡ് തിയോഡലൈറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ലെഫ്റ്റ് ഫേസ് ആൻഡ് റൈറ്റ് സ്വിംഗ് ആണ് നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന തിയോഡലൈറ്റ് ഓപ്പറേഷൻ എന്നുള്ളത് നോക്കി വെക്കുക. ലെഫ്റ്റ് ഫേസ് ആൻഡ് റൈറ്റ് സ്വിംഗ് അല്ലേ. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കുകയാണെങ്കിൽ ബാർ ചാർട്ട് ഈസ് ഡ്രോൺ ഫോർ. ബാർ ചാർട്ട് എന്ത് തമ്മിലുള്ള ഒരു റിലേഷനിലാണ് കാണിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ടൈം വേഴ്സസ് ആക്ടിവിറ്റി, ഓപ്ഷൻ ബി പ്രോഗ്രസ് വേഴ്സസ് ടൈം, ഓപ്ഷൻ സി ആക്ടിവിറ്റി വേഴ്സസ്
റിസോഴ്സസ്. ഓപ്ഷൻ ഡി റിസോഴ്സസ് വേഴ്സസ് പ്രോഗ്രാം അല്ലെ. ബാർ ചാർട്ട് ഈസ് ഡ്രോൺ ഫോർ ഏതാണ്? ബാർ ചാർട്ടിന്റെ ഒരു പിക്ചറാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ബാർ ചാർട്ട് എന്ത് തമ്മിലുള്ള ആ ഒരു റിലേഷൻ ആണ് വരുന്നത് എന്ന്. ഇവിടെ ഒരു ടൈമും കാണിച്ചിട്ടുണ്ട്, പിന്നെ ഇവിടെ ഒരു ആക്ടിവിറ്റി ഉണ്ട് അല്ലെ. അത് തന്നെയാണ് ആ ഒരു ബാർ ചാർട്ടിന്റെ റിലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഓപ്ഷൻ എ അല്ലെ, ടൈം വേഴ്സസ് ആക്ടിവിറ്റി ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 7 CPM ഏതാണ്? ഓപ്ഷൻസ് വായിക്കുന്ന സമയത്ത് ഓപ്ഷൻ എ CPM എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ആണ് അല്ലെ. ആ ഒരു ഫുൾ ഫോം മുന്നേ ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻസ് വായിക്കുകയാണെങ്കിൽ CPM ഓപ്ഷൻ എ ആക്ടിവിറ്റി ഓറിയന്റഡ്, ഓപ്ഷൻ ബി ഇവന്റ് ഓറിയന്റഡ്, ഓപ്ഷൻ സി ടൈം ഓറിയന്റഡ്, ഓപ്ഷൻ ഡി റിസോഴ്സ് ഓറിയന്റഡ് അല്ലെ. CPM എന്താണ്? CPM നമ്മൾ പറഞ്ഞു അല്ലെ. ആൻസർ പറയുന്നതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ ഒരു പേർട്ടും CPM ഈ ഒരു ഡിഫറൻസ് നമുക്ക് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് എന്നുള്ള ഒരു പോർഷന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻസ് അധികം ഈ ഒരു ഏരിയ തന്നെയാണല്ലേ ചോദിച്ച് കണ്ടിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയണ്ടാവും. അപ്പം പേർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പേർട്ടിന്റെ ഫുൾ ഫോം വരുന്നത് ഇവിടെ പ്രൊജക്റ്റ് അല്ല, പ്രോഗ്രാം ആണ് കേട്ടോ. പ്രോഗ്രാം ആണ്. പ്രോഗ്രാം എവല്യൂഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് ആണ് പേർട്ടിന്റെ ഫുൾ ഫോം വരുന്നത്. CPM ആണെങ്കിൽ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ പേർട്ട് ഒരു ഇവന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ടെക്നിക്കാണ്. CPM ആണെങ്കിൽ ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ് അല്ലെ. ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ പേർട്ട് എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആക്ടിവിറ്റീസിനെയാണ് മാനേജ് ചെയ്യുന്നത്. CPM ആണെങ്കിൽ പ്രഡിക്റ്റബിൾ ആക്ടിവിറ്റീസ് ആണ് അല്ലെ. അതുപോലെ തന്നെ നെക്സ്റ്റ് പോയിന്റ് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഈ ഒരു പോയിന്റ് നോക്കിയാൽ മതി. ഇറ്റ് ഈസ് പ്രോബബിലിറ്റി മോഡലാണ്. ഈ ഒരു പേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രോബബിലിസ്റ്റിക് മോഡലാണ് വരുന്നത്. അതുപോലെ തന്നെ CPM നോക്കുകയാണെങ്കിലോ CPM ഒരു ഡിറ്റർമിനിസ്റ്റിക് മോഡലാണ് അല്ലെ. ഡിറ്റർമിനിസ്റ്റിക് മോഡൽ വിത്ത് നോൺ ആക്ടിവിറ്റി ആണ് CPM വരുന്നത്. പേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിസ്റ്റിക് ആണ് അല്ലെ. പ്രോബബിലിസ്റ്റിക് മോഡൽ വിത്ത് അൺസർട്ടേണിറ്റി ആക്ടിവിറ്റീസ് ആണെന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. ബാക്കി പോയിന്റ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു പേർട്ടും CPM വെച്ചിട്ട് അറിഞ്ഞിരിക്കുക. ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഏരിയ, ഈ ഒരു സബ്ജക്റ്റ് അതേ രീതിയിൽ കവർ ചെയ്ത് പോകുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ മാക്സിമം ഈ ഒരു ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്നതായിരിക്കും നന്നാവുക. അപ്പം ഇവിടെ നമുക്ക് ആൻസറിലേക്ക് വരികയാണെങ്കിൽ എന്താണ്? CPM എന്താണ്? ഓപ്ഷൻസിൽ ആക്ടിവിറ്റി ഓറിയന്റഡ്, ഇവന്റ് ഓറിയന്റഡ്, ടൈം ഓറിയന്റഡ്, റിസോഴ്സ് ഓറിയന്റഡ് അല്ലെ. അങ്ങനെയാണല്ലോ ഓപ്ഷൻ ABCD പറഞ്ഞിട്ടുള്ളത്. അപ്പം CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? CPM ഒരു ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ് അല്ലെ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇവന്റ് ഓറിയന്റഡ് ആയിട്ട് വരുന്നത് ഏതാണ്? പേർട്ട് ആണ് അല്ലെ. പേർട്ട് ആണ് ഇവന്റ് ഓറിയന്റഡ് ആയിട്ട് വരുന്നത്. നോക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8 അല്ലെ. ക്വസ്റ്റ്യൻ നമ്പർ 8 വരുന്നത് എന്താണ്? ബൈഫോക്കേറ്റഡ് സ്റ്റെയർ ഈസ് കോമൺലി യൂസ്ഡ് അല്ലെ. ബൈഫോക്കേറ്റഡ് സ്റ്റെയർ കോമൺലി യൂസ് ചെയ്യുന്നത് എവിടെയാണെന്നാണ്. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ വരുന്നത് അറ്റ് ദ എൻട്രൻസ് ഓഫ് പബ്ലിക് ബിൽഡിംഗ്, ഓപ്ഷൻ ബി ഇൻ സ്മോൾ റെസിഡൻഷ്യൽ ബിൽഡിംഗ്, ഓപ്ഷൻ സി വരുന്നത് എമർജൻസി സ്റ്റെയർ അറ്റ് ദ ബാക്ക് ഓഫ് ബിൽഡിംഗ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് അല്ലെ. ഏതാണ് ആൻസർ വരിക? അപ്പൊ നമുക്ക് ബൈഫോക്കേറ്റഡ് സ്റ്റെയർ എന്താണെന്ന് നോക്കാം അല്ലെ. നമ്മൾ ആ ഒരു സ്റ്റെയറിന്റെ ഏരിയയിൽ ആ സ്റ്റെയറിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾ സ്റ്റെയറിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെ. അത് ഏതൊക്കെയാണ്? ഓരോന്നായിട്ട് ഞാൻ ജസ്റ്റ് എഴുതാം. ഫസ്റ്റ് 1 വരുന്നതാണ് ക്വാർട്ടർ ടേൺ സ്റ്റെയർ അല്ലെ. ക്വാർട്ടർ ടേൺ സ്റ്റെയർ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് 1 ഏതാണ്? ഹാഫ് ടേൺ സ്റ്റെയർ വരുന്നുണ്ട്. തേർഡ് 1 വരുന്നതാണ് 3 ക്വാർട്ടേഴ്സ് ടേൺസ്. 3 ക്വാർട്ടർ ടേൺ സ്റ്റെയർ അല്ലെ. ടേൺ സ്റ്റെയർ 3 എണ്ണാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ക്വാർട്ടർ ടേൺ സ്റ്റെയറിൽ വരുന്നതാണ് ബൈഫോക്കേറ്റഡ് സ്റ്റെയർ അല്ലെ. നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള ബൈഫോക്കേറ്റഡ് സ്റ്റെയർ വരുന്നത് ക്വാർട്ടർ ടേൺ സ്റ്റെയറിലാണ്. ബൈഫോക്കേറ്റഡ് സ്റ്റെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്വാർട്ടർ ടേൺ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 × 90 ഡിഗ്രി ആയിരിക്കും അതിൻ്റെ ആ ഒരു ഡയറക്ഷൻ ചേഞ്ച് വരുന്നത് അല്ലേ. ഇതേ രീതിയിൽ ആയിരിക്കും ഇവിടെ ഇപ്പോൾ ഒരു ലാൻഡിങ് ആണെങ്കിൽ
ഇവിടെ നമുക്ക് സ്റ്റെയർ ഉണ്ടാവും, ഇവിടെയും സ്റ്റെയർ ഉണ്ടാവും, പിന്നെ ഇതേ രീതിയിൽ ഇവിടെയും സ്റ്റെയർ വരുന്നതാണ് ബൈഫോക്കേറ്റഡ് സ്റ്റെയർ വരുന്നത്. നോക്കി വെക്കുക. പിന്നെ നമുക്ക് ഹാഫ് ടേൺ സ്റ്റെയർ അല്ലേ, നെക്സ്റ്റ് വരുന്നത് ഹാഫ് ടേൺ സ്റ്റെയർ ആണ്. ഹാഫ് ടേൺ സ്റ്റെയറിൽ രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഏതൊക്കെയാണ്? ഓപ്പൺ ന്യൂവൽ സ്റ്റെയറും അതുപോലെ തന്നെ ഡോഗ് ലെഗ്ഡ് സ്റ്റെയറും. ഓപ്പൺ ന്യൂവൽ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ന്യൂവൽ സ്റ്റെയർ വരുന്നത് ഇതേ രീതിയിലാണ്. നമ്മളിപ്പം സ്റ്റെയർ കൊടുക്കുമ്പോൾ 2 × 90 ഡിഗ്രി ആണ് കേട്ടോ. ഈ ഒരു ഹാഫ് ടേൺ എന്ന് പറയുന്ന സമയത്ത് 2 റൈറ്റ് ആംഗിൾസ് ഉണ്ടാവും അതിൻ്റെ ആ ഒരു ടേണിങ്ങിൽ. പിന്നെ നമ്മൾ സ്റ്റെയർ കൊടുക്കുകയാണെങ്കിൽ ഇതേ രീതിയിൽ കൊടുക്കുന്നതാണ് ഹാഫ് ടേൺ സ്റ്റെയർ എന്ന് പറയുന്നത്. പിന്നെ ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ എന്ന് പറഞ്ഞാൽ ഇതേ സ്റ്റെയർ തന്നെ ഈ ഒരു സ്പേസ് കുറവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ എന്ന് പറയുന്നത്. രീതിയിൽ നമ്മൾ സ്റ്റെയർ കൊടുക്കും. ഈ ഒരു സ്പേസിങ് അല്ലേ, സ്പേസിങ് ഇതിൻ്റെ രണ്ടിലുള്ള ഒരു സ്പേസിങ് കുറവ് അല്ലെങ്കിൽ നോ സ്പേസ് ബിറ്റ്വീൻ ദം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ എന്ന് പറയുന്നത്. അതുപോലെ ഇതിന്റെ ഫ്ലൈറ്റ് റണ്ണിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അല്ലേ. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റെയർ ഇങ്ങനെ കയറി ഇവിടെ വന്ന് പിന്നെ ഇങ്ങോട്ടേക്കാണല്ലേ പോവുക. അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഹാഫ് ടേൺ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ 2 × 90 ആണ് വരുന്നത്. പിന്നെ 3/4 ടേൺ സ്റ്റെയർ എന്നാണെങ്കിലോ ഇതിന്റെ എക്സാമ്പിൾസ് നോക്കി വെക്കുക കേട്ടോ. ക്വാർട്ടർ ടേണിൻ്റെതും ഹാഫ് ടേണിൻ്റെതും ഒക്കെ. പിന്നെ 3/4 ടേൺ ആണെങ്കിൽ 3 × 90 3 റൈറ്റ് ആംഗിൾസ് ആണ് വരിക. നിങ്ങൾ സ്റ്റെയർ കയറുന്നത് ഇതേ രീതിയിൽ ഇതേപോലെ വരികയാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ 3/4 ടേൺ എന്ന് പറയുന്നത്. ഇവിടെ നമ്മളെ സ്റ്റെപ്പ് വരും, ഇവിടെ നിങ്ങൾക്ക് ലാൻഡിങ്, പിന്നെ ഇതേ രീതിയിൽ സ്റ്റെപ്പ് പോയിട്ട് പിന്നെ ഇവിടെ ഒരു ലാൻഡിങ് വരും, പിന്നെ ഇതേ രീതിയിൽ സ്റ്റെപ്പ് വന്നിട്ട് ഇവിടെ ലാൻഡിങ്, പിന്നെ ഇതേ രീതിയിൽ അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെയറിൽ കയറുകയാണെങ്കിൽ ഇങ്ങനെ കയറി ഇതേ രീതിയിൽ നമ്മൾ പാസ് ചെയ്യേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു 3/4 ടേൺ സ്റ്റെയർ എന്ന് പറയുന്നത്. ടേണിംഗ് എന്ന് പറയുന്നത് 3 × 90 ആണ് അല്ലേ, 270 ഡിഗ്രി. ജസ്റ്റ് അതും കൂടെ ഓർത്ത് വെക്കുക. ഇത്രയാണ് നമ്മൾ ആ ഒരു സ്റ്റെയറിന്റെ കേസിൽ നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മൾ ആ ക്വസ്റ്റ്യനിലേക്ക് ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം ബൈഫോക്കേറ്റഡ് സ്റ്റെയർ ഈസ് കോമൺലി യൂസ്ഡ് അല്ലേ. അപ്പം നിങ്ങൾക്ക് ബൈഫോക്കേറ്റഡ് സ്റ്റെയർ ഏതാണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. അത് നമ്മൾ കോമൺലി കണ്ടുവരുന്നത് എവിടെയാണ്? കോമൺലി കണ്ടുവരുന്നത് എൻട്രൻസ് ഇൻ പബ്ലിക് ബിൽഡിങ്സ് ആണ് അല്ലേ. പബ്ലിക് ബിൽഡിങ്സിലൊക്കെ പോയവർക്ക് അറിയാം അങ്ങനത്തെ ഏരിയകളിലാണ് അല്ലേ നമ്മൾ ബൈഫോക്കേറ്റഡ് സ്റ്റെയർ യൂസ് ചെയ്യുന്നത് അധികം. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ വരിക എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 9 നോക്കാം. 9 വരുന്നത് ദ മാക്സിമം ഡയമീറ്റർ ഓഫ് ദ റെയിൻഫോഴ്സ്മെന്റ് ബാർ ഇൻ RCC സ്ലാബ് ആണ് അല്ലേ. RCC സ്ലാബിലെ മാക്സിമം ഡയമീറ്റർ ഓഫ് ദ റെയിൻഫോഴ്സ്മെന്റ് ബാർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ സ്പാൻ ബൈ 100, ഓപ്ഷൻ ബി തിക്നെസ് ഓഫ് സ്ലാബ് ബൈ 8, ഓപ്ഷൻ സി 16 mm, ഓപ്ഷൻ ഡി 20 mm അല്ലേ. ഏതാണ് ആൻസർ വരുന്നത്? അപ്പോൾ നമ്മൾ സ്ലാബിനെ നോക്കുകയാണെങ്കിൽ സ്ലാബിൽ സ്ലാബിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 1 വേ സ്ലാബും അതുപോലെ തന്നെ 2 വേ സ്ലാബും ഒക്കെ പഠിക്കാനുണ്ട് അല്ലേ. ഈ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത് എന്തിന്റെ ബേസ് ചെയ്തിട്ടാണ്? ബേസ്ഡ് ഓൺ ദ ബെൻഡിങ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഡയമീറ്റർ ഓഫ് എ മെയിൻ റെയിൻഫോഴ്സ്മെന്റ് ആണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡയമീറ്റർ ഓഫ് മെയിൻ റെയിൻഫോഴ്സ്മെന്റിനെ കുറിച്ച് നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഡയമീറ്റർ ഓഫ് മെയിൻ റെയിൻഫോഴ്സ്മെന്റ് അല്ലേ, അതിൽ നമുക്ക് ഇതാണ് സ്ലാബ് എടുക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്ലാബ് എടുക്കുകയാണ്. ഇതാണ് സ്ലാബിന്റെ തിക്നെസ് വരിക അല്ലേ. തിക്നെസ് വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ ഡയമീറ്റർ പറയുന്നത്. അപ്പം ഇത് സ്ലാബ് ആണെങ്കിൽ ഈ ഒരു സ്ലാബിന്റെ ഡയമീറ്റർ ഡി നോട്ട് ഗ്രേറ്റർ ദാൻ സ്ലാബ് തിക്നെസ് ഡിവൈഡഡ് ബൈ 8. അല്ലെങ്കിൽ നമ്മളിവിടെ നോക്കേണ്ട കാര്യം ഡയമീറ്റർ അല്ലേ. ഡയമീറ്റർ ഒന്ന് നമ്മൾ സ്ലാബ് തിക്നെസ് ഡിവൈഡഡ് ബൈ 8 നോട്ട് ഗ്രേറ്റർ ദാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഡയമീറ്റർ നോട്ട് ലെസ് ദാൻ ഓവറോൾ ഡെപ്ത് അല്ലേ. ഓവറോൾ ഡെപ്ത് ഓഫ് സ്ലാബ് ഡിവൈഡഡ് ബൈ 8. ഓക്കെ, അപ്പോൾ അത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക.
ഡയമീറ്റർ നോട്ട് ഗ്രേറ്റർ ദാൻ സ്ലാബ് തിക്നെസ് ഡിവൈഡഡ് ബൈ 8 അല്ലെങ്കിൽ ഡയമീറ്റർ നോട്ട് ഗ്രേറ്റർ ദാൻ ഓവറോൾ ഡെപ്ത് ഓഫ് സ്ലാബ് ഡിവൈഡഡ് ബൈ 8 എന്നുള്ള കാര്യമാണ് ഇവിടെ നോക്കാനുള്ളത്. അപ്പോൾ സ്ലാബിൽ 1 വേ സ്ലാബ് എന്താണ്, 2 വേ സ്ലാബ് എന്താണെന്നുള്ളതൊക്കെ ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാണ് ഈ ഒരു ഏരിയയിൽ പറയാനുള്ളത്. നമുക്ക് ഓപ്ഷനിലേക്ക് പോയാൽ ദ മാക്സിമം ഡയമീറ്റർ ഓഫ് ദ റെയിൻഫോഴ്സ്മെന്റ് ബാർ ഇൻ RCC സ്ലാബ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എന്താണ്, സ്പാൻ ബൈ 100 അല്ല, 16 mm അല്ല, തിക്നെസ് ഓഫ് സ്ലാബ് ഡിവൈഡഡ് ബൈ 8 അല്ലേ. അപ്പം ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. 9 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പിന്നെ 10 അല്ലേ, ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ സെപ്റ്റിക് ടാങ്ക് ഈസ് വാട്ടർ ലൈറ്റ് ടാങ്ക് വേർ ദ ഫോളോവിങ് ഓപ്പറേഷൻ ടാങ്ക് ടേക്ക് പ്ലേസസ് അല്ലേ. സെപ്റ്റിക് ടാങ്കിൽ ഏതൊക്കെ ഓപ്പറേഷൻസ് ആണ് നടക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ സെഡിമെന്റേഷൻ, ഓപ്ഷൻ ബി സെഡിമെന്റേഷൻ പ്ലസ് ഡൈജഷൻ, ഓപ്ഷൻ സി ഡൈജഷൻ, ഓപ്ഷൻ ഡി ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റേഴ്സ് ബൈ ബാക്ടീരിയ അല്ലേ. ഏതാണ് ഇവിടെ ആൻസർ വരുന്നത്? അപ്പോൾ നമുക്ക് ഇതാണല്ലേ സെപ്റ്റിക് ടാങ്ക് വരുന്നത്. സെപ്റ്റിക് ടാങ്കിന്റെ ഒരു പിക്ചറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സെപ്റ്റിക് ടാങ്ക് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് സെഡിമെന്റേഷൻ ആൻഡ് ഡൈജഷൻ ആണ് കേട്ടോ. സെപ്റ്റിക് ടാങ്ക് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് സെഡിമെന്റേഷൻ പ്ലസ് ഡൈജഷൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ വേറൊരു കാര്യം നോക്കേണ്ടത്, ഇവിടെ അനറോബിക് ഡൈജഷൻ ആണ്. അനറോബിക് ഡൈജഷൻ ആണ് ഈ ഒരു സെപ്റ്റിക് ടാങ്കിൽ നടക്കുന്നുള്ളതെന്നും കൂടെ ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഇതിന്റെ ഡേയ്സിൽ 24 to 36 hours ആണ് ഈ ഒരു ഡൈജഷൻ എടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ 1 to 2 days എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിന്റെ ഹവേഴ്സിന്റെ വെച്ചിൽ പറയുകയാണെങ്കിൽ 24 to 36 hours ആണ് വരുന്നത്. അത് ഓർത്ത് വെക്കുക. എന്തൊക്കെയാണ് സെപ്റ്റിക് ടാങ്കിൻ്റെ? സെപ്റ്റിക് ടാങ്ക് സെഡിമെന്റേഷൻ പ്ലസ് ഡൈജഷൻ ആണ് അവിടെ നടക്കുന്നത്. അനറോബിക് ഡൈജഷൻ എന്നുള്ളത് ഇവിടെ ഓർത്ത് വെക്കുക. പിന്നെ 24 to 36 hours ആണ് ടൈം എടുക്കുന്നത് എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. അപ്പം ഇതാണ് ഈ ഒരു സെപ്റ്റിക് ടാങ്ക് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ബേസിക് ആയിട്ട് പറയാനുള്ള കാര്യം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് സെപ്റ്റിക് ടാങ്ക് is a watertight tank where the following operation take places അല്ലേ. സെപ്റ്റിക് ടാങ്കിൽ ഏത് ഓപ്പറേഷൻ ആണ് നടക്കുന്നത്? സെഡിമെന്റേഷൻ ആണോ? സെഡിമെന്റേഷൻ നടക്കുന്നുണ്ട് പ്ലസ് പക്ഷെ വേറൊരു കാര്യം കൂടെ അവിടെ നടക്കുന്നുണ്ട് അല്ലേ. അപ്പം ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ ബി എന്താണ്, സെഡിമെന്റേഷൻ പ്ലസ് ഡൈജഷൻ അല്ലേ. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലേ, സെഡിമെന്റേഷൻ പ്ലസ് ഡൈജഷൻ ആണ് ആൻസർ വരുന്നത്. അപ്പം 10ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറും എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സെഡിമെന്റേഷൻ പ്ലസ് ഡൈജഷൻ ആണ് ആൻസർ വരുന്നത്. സെപ്റ്റിക് ടാങ്കിൻ്റെത് ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് പോകാന്നുള്ള രീതിയിലാണ് ഈ ഒരു സെക്ഷൻ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡെയിലി വർക്കൗട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത്. അപ്പം അറ്റ്ലീസ്റ്റ് ഈ ഒരു കാര്യങ്ങളെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പിന്നെ എക്സാം എഴുതുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ വീക്ക്ലി ഒരു ടെസ്റ്റ് പോലെ നിങ്ങൾ തന്നെ എഴുതി നോക്കുമ്പം ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.